അങ്ങനെ ഏറെക്കാലമായുള്ള തലസ്ഥാനവാസികളുടെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ പുനർനാമകരണത്തിന് അംഗീകാരം ലഭിച്ചു. കൊച്ചുവേളി നേമം സ്റ്റേഷനുകൾക്കാണ് പുതിയ പേര് നൽകിയിരിക്കുന്നത്. ഇനി മുതൽ കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് എന്നും നേമം തിരുവനന്തപുരം സൗത്ത് എന്നുമാകും അറിയപ്പെടുക. പലപ്പോഴും തലസ്ഥാനത്ത് വന്നിറങ്ങുന്നവർക്ക് പോകേണ്ട ചില ട്രെയിനുകൾ കൊച്ചുവേളിയിൽ നിന്നാണ് പുറപ്പെടാറുള്ളത്. അത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് ഈ കൊച്ചുവേളി എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതിൽ പലപ്പോഴും പ്രയാസം നേരിടാറുണ്ട്. പലരും ആദ്യം എത്തുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. എന്നാൽ പുതിയ നാമകരണം നിലവിൽ വരുന്നതോടെ തിരുവനന്തപുരം നോർത്ത് എന്നറിയുമ്പോൾ യാത്രക്കാർക്ക് കൃത്യമായി കൊച്ചുവേളിയിലും തിരുവനന്തപുരം സൗത്ത് എന്ന് കേൾക്കുമ്പോൾ നേമമാണെന്നും മനസ്സിലാകാൻ കഴിയും. എറണാകുളത്തിന് നേരത്തെ തന്നെ എറണാകുളം നോർത്ത് എന്നും സൗത്ത് എന്നും നാമകരണം ചെയ്തിരുന്നു. ഇത് അതുവഴിയുള്ള ട്രെയിനുകളിലെ യാത്രക്കാർക്ക് കൃത്യമായ സ്റ്റോപ്പുകളിൽ ഇറങ്ങുന്നതിന് ഏറെ സഹായകമായിരുന്നു. പേര് മാറ്റുന്നതിലൂടെ സ്റ്റേഷനുകളുടെ മുഖച്ഛായ തന്നെ മാറ്റാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം സെൻട്രൽ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ എണ്ണം പരമാവധിയായതോടെയാണ് സമീപ സ്റ്റേഷനുകളുടെ വികസനത്തിന് പ്രാധാന്യം നൽകുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഈ പേരുമാറ്റവും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് 9 കിലോമീറ്റർ വീതം അകലെയാണ് നേമം കൊച്ചുവേളി സ്റ്റേഷനുകൾ. നിലവിൽ കൊച്ചുവേളിയിൽ നിന്നും രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്ക് തിരിച്ചും നിലവിൽ ഒരുപാട് ദീർഘദൂര ട്രെയിനുകൾ ഉണ്ട്. ദിവസം 7000-ഓളം യാത്രക്കാർ ഈ സ്റ്റേഷനെ ആശ്രയിക്കുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ഈ സ്റ്റേഷൻ പരിചയമില്ലെന്നതാണ് സത്യം. അതിനാൽ തിരുവനന്തപുരം സെൻട്രലിലേക്ക് റിസർവേഷൻ ലഭിക്കാതെ യാത്ര വേണ്ടെന്ന് വെക്കുന്ന സാഹചര്യമാണ് നിലവിൽ. നേമം, കൊച്ചുവേളി എന്നീ പേരുകൾ തിരുവനന്തപുരവുമായി ബന്ധമില്ലാത്തതു കാരണം പലപ്പോഴും റെയിൽവേ വികസന പദ്ധതികളിൽ നിന്നും തഴയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് സ്റ്റേഷനുകൾക്കും തിരുവനന്തപുരവുമായി ബന്ധമുള്ള പേരുണ്ടായാൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കുമെന്നാണ് റെയിൽവേ രംഗത്തെ പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. പുതിയ പേര് ബ്രാൻഡ് ചെയ്ത് സമീപ സ്റ്റേഷനുകൾ കൂടി നവീകരിക്കുന്നതോടെ കൂടുതൽ ട്രെയിനുകൾ തലസ്ഥാനത്തേക്ക് എത്തും. ഇതുവഴി യാത്രക്കാരുടെ എണ്ണവും വരുമാനവും വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ.